കോതമംഗലം നഗരസഭയിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി രാജു വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നഗരസഭാ ജീവനക്കാരും പങ്കെടുത്തു. കോതമംഗലം നഗരസഭയിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഭാനുമതി ടീച്ചർ വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും പരിസ്ഥിതി ദിനമായി ആചരിച്ചുകൊണ്ട് വൃക്ഷത്തൈകൾ നട്ട് അത് പരിപാലിക്കുകയായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും എല്ലായിടത്തും ഈ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോതമംഗലത്ത് നഗരസഭയിൽ ചുറ്റിലുമുള്ള എല്ലാ സ്കൂളുകളിലും ഇന്ന് ഈ ദിനം വളരെ ആഘോഷത്തോടുകൂടി നടത്തപ്പെടുകയാണ്. നമ്മുടെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ സ്കൂളുകളിലെല്ലാം വൃക്ഷത്തൈകൾ കൊടുക്കുകയും ഗവൺമെൻറ് ഓർഡറാണ് അതനുസരിച്ച് കൊടുക്കുകയും നമ്മുടെ ഇവിടെ കുറച്ച് തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ നടാൻ ഉദ്ദേശിക്കുന്ന ദറബ എന്ന് പറയുന്ന ഫ്രൂട്ട്സ്, അതാണ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ തൈയാണ് നമ്മുടെ നഗരസഭയുടെ അങ്കണത്തിൽ ഇന്ന് നമ്മൾ നടുന്നത്. അത് ഒരു പ്രത്യേകമായൊരു ഫ്രൂട്ടാണ്. നമ്മളൊന്നും പ്രത്യേകമായിട്ട് അറിഞ്ഞിട്ടുമില്ല. നമുക്കത് എന്താണെന്ന് അറിയാം. ഇതിവിടെ വളർന്ന് വലുതായി അതിൻ്റെ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാൻ പറ്റും. 3 വർഷമോ 4 വർഷമോ 3.5 വർഷം കൊണ്ട് ഇത് കായ്ക്കും. നമ്മുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഇത് കാണാനായിട്ടും രുചിക്കാനായിട്ടും നമുക്ക് സാധിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആബിദ NH മുഖ്യപ്രഭാഷണം നടത്തുകയും ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. സംസ്കാരശൂന്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ ആഷ്ലി ജോസഫ്, കൃഷിഭവൻ ഓഫീസർ എന്നിവർ സംസാരിച്ചു. കൗൺസിലർമാരായ ജാൻസി, കുമാരി അശോകൻ, മിനി മാത്യു, എൽദോസ് കീച്ചേരി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, മറ്റ് നഗരസഭാ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. വ്യാപകമായിട്ട് എല്ലാ രാജ്യങ്ങളും ഒത്തുചേർന്നുകൊണ്ട് പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കോതമംഗലം കൃഷിഭവനുമായിട്ട് ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ നഗരസഭ ഇത്തരത്തിലുള്ള പരിപാടി ഇവിടെ നമ്മൾ ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു വൃക്ഷത്തൈ നടാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്കറിയാം കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാലാവസ്ഥയ്ക്കുള്ള നടപടിക്കുള്ള ആഹ്വാനം എന്നാണ് ഈ പ്രാവശ്യത്തെ ഈ പരിസ്ഥിതി ദിനത്തിലുള്ള ലോകരാജ്യങ്ങളോട് ആഹ്വാനം എന്ന് പറയുന്നത് തന്നെ. ഗ്ലോബൽ വാർമിങ്ങായിട്ട് ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.